അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ അമീറിന് ജോലി കിട്ടിയ വിവരം എല്ലാവരെയും അറിയിക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ ആമി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്താണ് ഉമ്മറത്ത് തന്നെ ഉമ്മ അവളെ കാത്തു നിൽക്കുന്നത്. അവർ അവളെ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഒരു വീടിൻ്റെ സൈഡിലൂടെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ട് പറഞ്ഞു, മോളെ അതുവഴി കയറണ്ട, അവിടെ നിൻ്റെ ഇത്താനെ കല്യാണത്തിന് ആലോചിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ അതിലൂടെ പോവണ്ട, നിന്നെ ഇതുവഴി കൊണ്ടുപോവാനാണ് ഞാനിവിടെ കാത്തു നിന്നത്, നിന്നെ അവർ കാണണ്ട എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, അത് ശരി, എന്നിട്ട് ഉമ്മ കണ്ടോ ചെക്കനെ, എന്താണ് കഥ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ലല്ലോ. എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല, ഒരു കഷണ്ടിയെല്ലാം ആയി പ്രായം ചെന്നതുപോലെയുള്ള ഒരു രൂപമാണ്. നിൻ്റെ വലിയ ഇത്താൻ്റെ അവസ്ഥ തന്നെയാണ് ഇവൾക്കും. നിൻ്റെ ഉപ്പാക്ക് പെൺമക്കളുടെ ഭാരം തലയിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ലേ ഉള്ളൂ, അല്ലാതെ അവരുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നും അന്വേഷിച്ചിട്ടല്ലല്ലോ കല്യാണം ആലോചിക്കുന്നത്. അവർ പുരനിറഞ്ഞ് നിൽക്കുകയല്ലേ, നാട്ടുകാർ പറയില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും ഒന്ന് കടാരം തീർക്കാനെന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ അത് നടത്തി തൻ്റെ ബാധ്യത ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെയോ അല്ലെങ്കിൽ എൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഒന്നും സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ ഇത് നടത്തുന്നത്. നീ ഇങ്ങോട്ട് പോരെ എന്നെല്ലാം പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ അവൾ അകത്ത് കയറി. അവൾ ഉമ്മാനോട് അമീറിന് ജോലിയെല്ലാം ശരിയായി, അവനെ നാളെയോ മറ്റന്നാളോ ആയിട്ട് ജോയിൻ ചെയ്യിക്കാനാണ് സാർ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം നമുക്ക് സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞു അവളോട് ഉമ്മ. അങ്ങനെ അവൾ അകത്ത് ബാഗെല്ലാം അവളുടെ ഓഫീസ് ഫയലും ബാഗുമെല്ലാം വെച്ച് അടുക്കളയിലേക്ക് വന്നു. ആ സമയത്താണ് അവളുടെ ഇത്ത അങ്ങോട്ട് വന്നത്. അവൾ ചോദിച്ചു, ഇത്ത, നിനക്ക് ഇഷ്ടമായോ ചെക്കനെ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവളെ ഇത്താനെയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇഷ്ടമായെങ്കിൽ സമ്മതിച്ചാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ തുറന്ന് പറഞ്ഞോ, ഞാൻ സംസാരിച്ചോളാം ഉപ്പാനോട്, എന്തിനാണ് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കല്യാണമെല്ലാം നടത്തുന്നത് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവളുടെ ഇത്ത പറഞ്ഞു, ഉപ്പ എന്താണ് വിചാരിക്കുന്നത്, ഉപ്പാൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ, നീ ഒന്നും പറയാൻ പോണ്ട, എനിക്ക് പേടിയാണ് ഉപ്പാൻ്റെ സ്വഭാവം, എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഒന്നും സംസാരിക്കണ്ട എന്നെല്ലാം പറഞ്ഞു. അവളുടെ കണ്ണ് നിറച്ചുകൊണ്ടുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ നമ്മുടെ ആമിക്ക് മനസ്സിലായി അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന്. ഉപ്പാനെ എതിർക്കാൻ മനസ്സ് വരാത്തത് കൊണ്ടും അതിനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടും എല്ലാം മനസ്സിൽ അടക്കി പിടിച്ച് സംസാരിക്കുകയാണ് അവളെന്ന് മനസ്സിലായി. വരട്ടെ, വൈകുന്നേരം അമീറിൻ്റെ കാര്യം ആദ്യം അത് സംസാരിച്ച് അപ്പോൾ ഒരു സന്തോഷത്തിന് നിൽക്കുകയാവും. ആ സമയത്ത് ഈ കാര്യം കൂടി പറയാം എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ പെണ്ണ് കാണലെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഇനി തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവർ പോകാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ആമി ചെക്കനെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആരും കാണാതെ ഇങ്ങനെ മാറി നിന്ന് ജനലിലൂടെ നോക്കി. ആ സമയത്താണ് അവൾ കണ്ടത് താൻ കോളേജിലെല്ലാം പോകുന്ന സമയത്ത് അവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു പയ്യൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പ്രായമൊക്കെയുള്ള ഒരാൾ ഉണ്ടായിരുന്നു. കഷണ്ടിത്തലയെല്ലാം ആയി ഒരു വഷളൻ ചിരിയുമായി പെൺകുട്ടികളെയെല്ലാം കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഒരു ആളായിരുന്നു. അയാളാണ് തൻ്റെ ഇത്താനെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത്. അയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അയാളുടെ ഉപ്പയുണ്ടാക്കിയ കുറച്ച് സ്വത്തുക്കളുണ്ട്, അതും തിന്നുമുടിച്ച് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പാണ് പെൺകുട്ടികളുടെ വായയിലും നോക്കി.
ഇയാളാണോ തൻ്റെ ഇത്താനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? പടച്ചോനെ, ഇയാളൊക്കെ കല്യാണം കഴിച്ചാൽ തൻ്റെ ഇത്താൻ്റെ ഭാവി എന്താവും എന്നെല്ലാം അവൾ വേവലാതി കൊണ്ടു. എന്തായാലും ഇയാൾ പോയിട്ട് വൈകുന്നേരം ഉപ്പാനോടൊന്ന് ഈ കാര്യം സംസാരിക്കണം എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരം ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് നമ്മുടെ റസാക്ക് പൂമുഖത്തിരുന്ന് ആരെയൊക്കെയോ വിളിച്ച് കല്യാണക്കാര്യം സംസാരിക്കുകയായിരുന്നു. തൻ്റെ മകളെ ഒരാൾ പെണ്ണ് വന്ന് കണ്ടുപോയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിനും ചെക്കനൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് അവൻ്റെ വീടെല്ലാം ഒന്ന് കണ്ടുപോരണം. കൂടുതൽ അന്വേഷണത്തിനും ഒന്നും റസാക്കിന് താല്പര്യമില്ല. എന്നാലും നാട്ടുകാരെ ബോധിപ്പിക്കാനൊന്ന് വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി പോരണം. അതുപോലെ തന്നെ പെണ്ണിനെ കാണാൻ അവൻ്റെ പെങ്ങന്മാരും അതുപോലെ തന്നെ മുത്തച്ചിയും അങ്ങനെ കുറച്ച് പെണ്ണുങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളും എല്ലാം തുടങ്ങണം എന്നെല്ലാം പ്ലാൻ ചെയ്യുകയാണ് റസാക്ക്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റസാക്ക് ഇങ്ങനെ ഫ്രീ ആയിരിക്കുകയാണ് എന്ന് കണ്ടപ്പോൾ നമ്മുടെ ജമീലത്തെയും അമീറും എല്ലാം അങ്ങോട്ട് വന്നു. ജമീലത്ത് ചോദിച്ചു, എന്തായി മോനെ? അപ്പോൾ അത് അങ്ങനെ ഉറപ്പിക്കുകയാണല്ലേ? എന്തായാലും പെൺകുട്ടികളല്ലേ, വയസ്സായാൽ പിന്നെ കൂടുതലൊന്നും വീട്ടിൽ നിർത്താൻ പറ്റില്ല. വേഗം അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ചെറിയ മകളല്ലേ, അവളെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാലും മതി. അതും കൂടി കഴിഞ്ഞാൽ നിൻ്റെ തലയിൽ ഭാരമൊഴിഞ്ഞു. പിന്നെ നമ്മുടെ അമീർ മോൻ, അവൻ നല്ലൊരു ജോലിയെല്ലാം ആയി കണ്ടാൽ മതിയായിരുന്നു. എന്നിട്ട് എവിടെ ആ ഒരുമ്പെട്ടവൾ? എടി ആമി, എവിടെ നിന്നെ ഇന്നൊരു കാര്യം ഏൽപ്പിച്ചിരുന്നതല്ലേ, എന്തായി എടി, ഇങ്ങോട്ട് വായോ എന്നെല്ലാം പറഞ്ഞ് ഇത് നമ്മുടെ റസാക്കിനെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ്റെ മുന്നിൽ വെച്ച് ആമിയെ ഒന്നിങ്ങനെ ചീത്ത വിളിക്കുന്നത്. അങ്ങനെ ആമി അങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മുടെ റസാക്ക് പറഞ്ഞു, ഇവളുടെ കാര്യമോ, ഇവളുടെ കല്യാണ കാര്യം കൂടിയും കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥമായി എന്നാണോ പറഞ്ഞത്? ഇവൾക്കൊന്നും കല്യാണം നോക്കാൻ എന്നെ പ്രതീക്ഷിക്കണ്ട. എനിക്ക് 2 പെൺമക്കളും മോനും ഉള്ളൂ. അവരുടെ കാര്യം മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. ഇത് കേട്ടതും നമ്മുടെ ആമിമോൾക്ക് ആകെ ദേഷ്യം വന്നു. അവൾ എതിർത്തൊന്നും സംസാരിക്കണം എന്ന് കരുതിയതല്ല. എന്നാലും ഉപ്പാൻ്റെ അങ്ങനെയുള്ളൊരു സംസാരം കേട്ടപ്പോൾ അവൾക്ക് ആകെ ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങളുണ്ടാക്കുന്ന ഇമ്മാതിരി കല്യാണമൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ എൻ്റെ ഇത്താത്തമാരുടെ സമ്മതം ചോദിച്ചിട്ടുണ്ടോ? അവർക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയ ആളുകളെ കൊണ്ട് കെട്ടിക്കാറല്ലേ? എൻ്റെ ഇത്താത്തമാരുടെ സമ്മതത്തോടെ ഒന്നുമല്ലല്ലോ നിങ്ങൾ കല്യാണം നടത്തുന്നത്. ഇതുപോലെയുള്ള കല്യാണം എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എൻ്റെ ഇത്താക്ക് കണ്ടുവച്ച ഇയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ? യാതൊരു പണിക്കും പോകാതെ ഉപ്പാൻ്റെ പൈസ ദൂർത്തടിച്ച് നടക്കുന്ന കണ്ട പെണ്ണുങ്ങളുടെ വായിൽ നോക്കി നിൽക്കുന്ന ഒരു ആളാണ് അയാൾ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ അയാളെ കാണാൻ തുടങ്ങിയതാണ്. ഈ ഒരു കല്യാണമൊന്നും എൻ്റെ ഇത്താക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റസാക്കിനോട് ഇങ്ങനെ ആമി കയർത്ത് സംസാരിക്കുകയാണ്. ഇത്രയും ആമി പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ റസാക്ക് പറഞ്ഞു, നിർത്തടി ഒരുമ്പെട്ടവളെ, എങ്ങോട്ടാണ് നീ ഇങ്ങനെ പറഞ്ഞ് കയറിപ്പോകുന്നത്? എൻ്റെ ചിലവിൽ കഴിഞ്ഞ് ഇവിടെ കിടന്ന് അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ, അടിച്ച് നിൻ്റെ പല്ല് ഞാൻ കൊഴിക്കും. സൂക്ഷിച്ച് സംസാരിച്ചോളുണ്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ അടിക്കാനായി ഇങ്ങനെ കൈയോങ്ങി. റസാക്ക് ഓങ്ങിയ ആ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് നമ്മുടെ ആമി പറഞ്ഞു, തൊട്ടു പോകരുത് ഇനി എന്നെ. അതെ, നിങ്ങളുടെ ചെലവിലൊക്കെ പണ്ടാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ നല്ലൊരു പങ്ക് ഇവിടെ ഉമ്മമ്മാൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ ചെലവിലാണ് ഞാനും എൻ്റെ ഉമ്മയും നിങ്ങളുമെല്ലാം കഴിയുന്നത്. അല്ലാതെ നിങ്ങളുടെ ചെലവിൽ ഞാനല്ല കഴിയുന്നത് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ റസാക്ക് ജമീലത്താൻ്റെ നേരെ ചാടി. അനുഭവിച്ചോ, അവളുടെ പൈസ വാങ്ങി ചെലവ് നടത്തുന്നതിൽ നിങ്ങൾ അനുഭവിച്ചോ തള്ളേ. ഇനി ഇവളുടെ വായിലിരിക്കുന്നത് മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. ജോലിയെല്ലാമായി 2 അണ കയ്യിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ
മിണ്ടാതെ മൂലയിലിരുന്ന ഇവളുടെയെല്ലാം നാവ് പൊങ്ങുന്നത് നിങ്ങൾ കണ്ടോ? ഇനി നിങ്ങളെല്ലാവരും ഇത് തന്നെ അനുഭവിക്കുക എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ആമയുടെ നേരേക്ക് കുരച്ച് ചാടിക്കൊണ്ട് ചെന്നു. എടി, എൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ വളർന്നോ നീ? എൻ്റെ കയ്യിൽ നിന്നും നീ വാങ്ങിക്കും. നീ കൂടുതൽ സംസാരിക്കേണ്ടടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ അവനിങ്ങനെ ചീറിയെടുത്തു. കൂടുതൽ അവളോട് സംസാരിക്കാൻ അവന് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. കാരണം അവൾ കനിഞ്ഞാൽ മാത്രമേ തനിക്ക് ജോലി കിട്ടുകയുള്ളൂ എന്നെല്ലാം അവനറിയാം. എന്നാൽ ഉപ്പാൻ്റെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഉപ്പാക്ക് വേണ്ടി സംസാരിക്കുകയും വേണം. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടതും ആമി പറഞ്ഞു, അത് ഞാനിന്ന് എൻ്റെ സാറിനോട് സംസാരിച്ച് നിനക്കൊരു ജോലി ശരിയാക്കിയെടുത്തിട്ടുണ്ട്. നീ കൂടുതൽ സംസാരിച്ചാൽ ആ ജോലി നിനക്ക് തരാതിരിക്കാനും സാറിനോട് പറയാൻ എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് മോൻ അധികം വിളച്ചിലെടുക്കാതെ പോയേ എന്നെല്ലാം പറഞ്ഞ് അവൾ അവളുടെ ഉമ്മാൻ്റെ കൈയും പിടിച്ച് ഉമ്മ ഇങ്ങോട്ട് പോര് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നിന്നു. ഇത് കേട്ടതും റസാഖ് പറഞ്ഞു, ഉമ്മയും മോളും പോകാൻ വരട്ടെ. ഇത് കേട്ടിട്ട് പോയിക്കോ. നിൻ്റെ ഇത്താൻ്റെ കല്യാണം എനിക്കിഷ്ടമുള്ള ആളെ കൊണ്ട് തന്നെ ഞാൻ നടത്തും. അത് തടയാൻ നീ നിൽക്കേണ്ട. നീ എന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. നിൻ്റെ കാര്യം നീ എന്താ എന്ന് വെച്ചാൽ ആയിക്കോ. കാരണം നിന്നെ ഞാൻ ഒരിക്കലും ഒരു മകളായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല. പക്ഷേ എൻ്റെ 3 മക്കളുടെ കാര്യം, അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതിന് നിൻ്റെ ആവശ്യം എനിക്കില്ല കേട്ടോടി എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും ഒരംഗത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെ നമ്മുടെ ആമി പിന്നിലേക്ക് 2 അടി വെച്ചു. എന്നാൽ അതിനു മുൻപ് തന്നെ അവളുടെ ഈ പെണ്ണു കാണാൻ വന്നു എന്ന് പറഞ്ഞ അവളുടെ ഇത്ത അതിനിടയിലേക്ക് കയറിക്കൊണ്ട് സംസാരിച്ചു. ആമി, നീ പോയേ. എനിക്ക് ഉപ്പ തീരുമാനിക്കുന്ന കല്യാണം മതി. ഇനി ഇതിനിടയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു സംസാരം വേണ്ട. എന്നിട്ട് അവൾ ആമിയോട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ആമി, നീ എനിക്ക് വേണ്ടി സംസാരിക്കണ്ട. ഉപ്പ തീരുമാനിക്കുന്നത് എന്താണോ അത് നടക്കും. എനിക്ക് താല്പര്യം ഉണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഉമ്മാനെയും കൊണ്ട് പോ എന്നെല്ലാം പറഞ്ഞു. നമ്മുടെ ആമിക്ക് മനസ്സിലായി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് തൻ്റെ ജീവിതം തന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തൻ്റെ ഇത്ത. അതുകൊണ്ട് തന്നെ ഇനി അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവൾ ഉമ്മാനെയും കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ അവൾ അടുക്കളയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളുടെ ഇത്ത അങ്ങോട്ട് വന്നു. അങ്ങോട്ട് വന്നപ്പോൾ അവളുടെ ഇത്താനോട് സംസാരിച്ചു. എന്തിനാണ് ഇത്ത ഇങ്ങനെ നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്? ഉപ്പാൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തിനാണ് എന്നേക്കുമുള്ള ജീവിതം നശിപ്പിക്കുന്നത്? ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക. പെണ്ണ് വന്ന് കണ്ടുപോയിട്ടല്ലേ ഉള്ളൂ, അല്ലാതെ കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനിയും നിനക്ക് സമയമുണ്ട്, അതിൽ നിന്ന് പിന്മാറാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ ആ കല്യാണത്തിൽ നിന്നും പിന്മാറാൻ ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ ആമി. ഇത് കേട്ടതും നമ്മുടെ ആമിയുടെ ഇത്ത പറഞ്ഞു, മോളെ, എനിക്ക് വേണ്ടി ഇനി നീ ഒന്നും സംസാരിക്കണ്ട. കാരണം ഉപ്പ എന്തായാലും അതിൽ നിന്ന് തീരുമാനം മാറ്റില്ല. അതുകൊണ്ട് അത് മതി. വരുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാം എന്നെല്ലാം പറഞ്ഞ് അവൾ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. പിന്നെ പിറ്റേ ദിവസം നമ്മുടെ ആമി ഓഫീസിൽ പോകുമ്പോൾ അമീറിനോട് പറഞ്ഞു, പിന്നെ നാളേക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റുകളും എന്തായെന്ന് വെച്ചാൽ എല്ലാം റെഡിയാക്കി വെച്ചോ. നാളെ നിന്നെ കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നീ തയ്യാറായിക്കോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, ശരി, നാളെയല്ലേ, അപ്പോൾ നോക്കാം എന്നെല്ലാം ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞു. ഇത് കേട്ടതും ആമി വിചാരിച്ചു, കാര്യം കഴിഞ്ഞപ്പോൾ അവന് പുല്ലുവില. ഇത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് തൻ്റെ കൈയും കാലും പിടിച്ചിരുന്നവനാണ്. ഇപ്പോൾ ജോലി ശരിയായപ്പോൾ അവൻ്റെ ഒരു അലസത കണ്ടില്ലേ. ഒക്കെ കാര്യം നേടാനുള്ള അവൻ്റെ പെരുമാറ്റമായിരുന്നു എന്നെല്ലാം നമ്മുടെ ആമി മനസ്സിൽ വിചാരിച്ചു.
അവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവൾ അവിടെ നിന്നും സ്ഥലം വിട്ടു. അവനോട് സംസാരിച്ച് നിന്നാൽ തൻ്റെ ഉള്ള ബസ് പോവും എന്നെല്ലാം വിചാരിച്ച് അവൾ അവിടെ നിന്നും പോയി. ഓഫീസിൽ എത്തി നമ്മുടെ ആമി അവളുടെ വർക്കുകളെല്ലാം പൂർത്തിയാക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സൈനു അവളോട് ചോദിച്ചു, എന്താണ് ആമി വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങൾ എന്താ എന്നെല്ലാം ചോദിച്ചു. കാരണം ഇപ്പോൾ അവളെ ആമി എന്നാണ് സൈനു വിളിക്കാറ്. കാരണം ഇപ്പോൾ അവന് അവളോട് കുറച്ചുകൂടി അടുപ്പം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം അവൻ ചോദിച്ചറിയും. അതുപോലെ തന്നെ അവൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അവളും ചോദിച്ചറിയും. അവൾ പറഞ്ഞു, സർ, ഇന്ന് വീട്ടിലൊരു വിശേഷമുണ്ടായി. അങ്ങനെ അവൾ അവളുടെ ഇത്താനെ കല്യാണം ആലോചിച്ച് വന്നതും അതുപോലെ തന്നെ അയാളെക്കുറിച്ചും ഇങ്ങനെ റോഡ് സൈഡിലെല്ലാം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അവളെ കമൻ്റ് അടിച്ച് നിന്നിരുന്ന ഒരാളാണെന്നും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ജോലിയും കൂലിയുമില്ലാതെ ഉപ്പാൻ്റെ സ്വത്തും ദൂർത്തടിച്ച് നടക്കുന്ന ഒരാളാണെന്നും എല്ലാം പറഞ്ഞു. അതുപോലെ ആ കല്യാണത്തിന് അവളുടെ ഇത്താക്ക് ഇഷ്ടമില്ല എന്നും മറുത്തു പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് എതിർക്കാതെ ഉപ്പാനെ അനുസരിക്കുകയാണ് എന്നും പിന്നെ ആ കല്യാണം നടത്തരുത് എന്ന് നമ്മുടെ ആമി അവളുടെ ഉപ്പാനോട് സംസാരിച്ച കാര്യവും എന്നാൽ അതിന് മറുപടിയായി അവളെ ഉപ്പ അടിക്കാൻ വന്നതും അങ്ങനെ അന്ന് അവിടെ നടന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആമി സൈനുവിനോട് ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും സൈനു പറഞ്ഞു, ഇത്രയെല്ലാം സംഭവിച്ചിട്ട് നീ വീണ്ടും ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ടാണ് നിന്നെ ഇത്താനെ കല്യാണം കഴിപ്പിക്കുന്നത്. നീയും അതിന് കൂട്ടു നിൽക്കുകയാണോ? നിനക്കും നിൻ്റെ ഉമ്മാക്കും പറഞ്ഞുകൂടെ? എന്താ നിൻ്റെ ഉമ്മാക്ക് നിൻ്റെ ഇത്താൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലേ? അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകണം. അങ്ങനെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് ഇവിടെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും പറ്റില്ല. അതിനൊക്കെയല്ലേ ഇവിടെ ആളുകൾ എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ആമി പറഞ്ഞു, വേണ്ട സാർ, എൻ്റെ ഇത്താക്ക് വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാവുന്നത് ഭയന്ന് ആ കല്യാണത്തിന് താല്പര്യമുണ്ട് എന്ന് ഉപ്പാനോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം ഉപ്പാനെ എതിർക്കാൻ എൻ്റെ ഇത്താക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടാവുന്നത് ഭയന്നിട്ട് അവൾ കല്യാണത്തിന് സമ്മതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ സ്ഥിതിക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും സൈനു പറഞ്ഞു, ഇതൊക്കെ തന്നെയാണോ തൻ്റെ വീട്ടിലെ പ്രശ്നം? നിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ നിൻ്റെ ഇത്താത്തമാരും എല്ലാം സഹിച്ച് അങ്ങനെ ശീലമായി. എന്നാൽ നീ അങ്ങനെ ആവരുത്, എന്തിനും പ്രതികരിക്കണം എന്ന് വെച്ച് ഉപ്പാനെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ എതിർക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളോ അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്നും എതിർത്ത് സംസാരിക്കണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നെല്ലാം പറഞ്ഞു. അത് കേട്ടുകൊണ്ട് നമ്മുടെ ആമി പറഞ്ഞു, ഞാനും ഇത്രയും കാലം പേടിച്ച് നിൽക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉപ്പാൻ്റെ ഈ ഒരു നില വഷളായി തുടരുകയേ ചെയ്യുകയുള്ളൂ, അല്ലാതെ ഇതിനൊരു മാറ്റമുണ്ടാകില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ അവിടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ കാര്യമല്ലല്ലോ അവിടെ സംസാരിച്ച് അവസാന തീരുമാനം എടുക്കേണ്ടത് ഇത്തയല്ലേ. എന്നാൽ ഇത്താക്ക് ഉപ്പാനെ എതിർക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, എന്തായാലും ഇനി നിൻ്റെ ഇത്താൻ്റെ വിധി പോലെ ഇരിക്കും. പിന്നെ നിൻ്റെ അനിയൻ നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അപ്പോൾ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലേ? ഇവിടുത്തെ കൃത്യനിഷ്ഠയും ഇവിടുത്തെ എല്ലാം നിനക്കറിയാവുന്നതല്ലേ. നിന്നെ പോലെ തന്നെ അവനുമായിരിക്കും നിൻ്റെ അനിയനിൽ എന്നൊരു പ്രതീക്ഷയിലാണ് ഇവിടെ അവനക്ക് ജോലി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കി വേണം ഇവിടെ അവൻ ജോലിക്ക് കയറാൻ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാർ, അവൻ എല്ലാം സമ്മതിച്ചിട്ടുണ്ട് എന്നെല്ലാം നമ്മുടെ ആമി സൈനുവിനോട് പറഞ്ഞു.